ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട 2-3 ചെറിയ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁷ കൂളം and 3 × 10⁻⁷ കൂളം placed in air 30 cm apart. ഓക്കെ, രണ്ട് സ്മോൾ ചാർജ് സ്പിയേഴ്സ് ഉണ്ട്. ചാർജ് ആയിട്ടുള്ള 2 സ്പിയേഴ്സ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചാർജ്ഡ് സ്പിയറുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ 2 ചാർജ്ഡ് സ്പിയറും ഇരിക്കുന്ന എവിടെയാണ്? എയറിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്പിയറിന്റെ ചാർജ് നമുക്ക് Q1 എന്നെടുക്കാം. ഫസ്റ്റ് സ്പിയറിന്റെ ചാർജ് Q1 എത്രയാണ്? 2 × 10⁻⁷ കൂളമാണ്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോണം, കൂളത്തിലായിരിക്കും കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് മൈക്രോ കൂളത്തിലോ നാനോ കൂളത്തിലോ തരാം. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ രണ്ടാമത്തെ സ്പിയറിന്റെ ചാർജ് അവർ തന്നിരിക്കുന്നത് നമുക്ക് Q2 എന്നെടുക്കാം. അതിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 3 × 10⁻⁷ കൂളമാണ്. ഓക്കെ, ഇനി ഈ 2 ചാർജ്ഡ് സ്പിയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമുക്ക് R എന്നാണ് എടുക്കുന്നത്. R = 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങളോട് നോക്കിയാൽ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ആണ് അല്ലേ? നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നമ്മളുടെ സെന്റിമീറ്റർ എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം, എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100. ഓക്കെ, മനസ്സിലായിപ്പോൾ ആറിന്റെ വാല്യൂ നമുക്ക് 0.3 കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ ഡേറ്റ എടുത്തെഴുതുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റുകൾ SI യൂണിറ്റിലാണോ എന്ന് നോക്കിയിരിക്കണം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളായിരുന്നു SI യൂണിറ്റ് അല്ലാത്തത്. അത് നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 ചാർജ്ഡ് സ്പിയറും എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എയറിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂളംസ് ലോ വെച്ചിട്ട് കേട്ടോ 2 ചാർജ്ഡ് സ്പിയറും എയറിലായതുകൊണ്ട് ഇവർ തമ്മിലുള്ള ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F = കൂളംസ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 × Q1 Q2/R² ആണല്ലോ. അതിന്റെ വാല്യൂസ് കൊടുക്കാം. നമുക്ക് 1/4πε0 എവിടെ വന്നാലും നമ്മൾ എഴുതും 9 × 10⁻⁹. ഇനി Q1ന്റെ വാല്യൂ കൊടുക്കാം. 2 × 10⁻⁷ ഇൻറ്റു Q2 3 × 10⁻⁷ ഡിവൈഡ് ബൈ R². ഓക്കെ, ആറിന്റെ വാല്യൂ എത്ര? 0.3. നമ്മൾ ഫോർമുല എഴുതി വാല്യൂസ് എല്ലാം കൊടുക്കും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കും. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6 × 10⁻³ അല്ലേ? ഫോഴ്സ് ആണ്. നമുക്കറിയാം യൂണിറ്റ് ഏത് ഫോഴ്സ് ആണെങ്കിലും യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കെ 2 പോയിന്റ് ചാർജസ് അല്ലെ? 2 പോയിന്റ് ചാർജുകൾ ഏതൊക്കെയാണ്? ഒരു 2 മൈക്രോ കൂളവും ഒരു 4 മൈക്രോ കൂളവും. ഇവിടെ ഈ 2 പോയിന്റ് ചാർജസ് ഇരിക്കുന്നത് എയറിലോ വാക്വത്തിലോ അല്ല, ഒരു മീഡിയത്തിലാണ്. ഓക്കെ, ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ളതാണ് 80. പിന്നെ പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിലുണ്ട് 3 സെന്റിമീറ്റർ അപ്പാർട്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ 2 പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് അറിയേണ്ടത്. മുമ്പത്തെ പോലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ കേസിൽ ചാർജസ് ഇരിക്കുന്നത് ഒരു മീഡിയത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ മുമ്പത്തെ പോലെ ഗിവൺ ഡേറ്റകൾ എഴുതാം. ആദ്യമേ Q1 അല്ലെ? നമ്മൾ ആദ്യത്തെ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് Q1 എന്ന് എടുക്കാം. അതിന്റെ വാല്യൂ വരുന്നത് 2 മൈക്രോ കൂളം. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ മൈക്രോ കൂളത്തെ കൺവേർട്ട് ചെയ്യണം. നോക്കേ
2 മൈക്രോ എന്ന് പറയുന്നത് നമുക്കറിയാം 10⁻⁻6. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് Q2 എന്ന് എടുക്കാം. Q2 that is 4 മൈക്രോ കൂളോം. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. that is 4 × 10⁻⁻6 കൂളോം. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജസിന്റെയും യൂണിറ്റ് മൈക്രോ കൂളോം ആയിരുന്നു. അതിനെ നമ്മൾ കൂളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി തന്നിരിക്കുന്നത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഈ രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ R ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആണ്. അതിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 3 × സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ × 10⁻⁻2 ഇട്ടാലും മതി. ഓക്കെ ആണല്ലോ. ഇനി എന്നുള്ള ക്വസ്റ്റിനകത്ത് Q1 ആയി, Q2 ആയി, R ആയി. ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ R ഈക്വൽ ടു എത്രയാണ് ഇരിക്കുന്നത്? 80. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ള ഗിവൺ ഡേറ്റ. ഇനി നമുക്ക് എഴുതേണ്ടത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. നമുക്കറിയാം രണ്ട് ചാർജസ് എവിടെയാണെങ്കിൽ ഒരു വാക്വത്തിലാണെങ്കിൽ, രണ്ട് പോയിന്റ് ചാർജസ് വാക്വത്തിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തുവാ? 9 × 10⁻⁹ × Q1 Q2/R². ശരിയല്ലേ? രണ്ട് ചാർജസ് വാക്വത്തിലാണെങ്കിൽ. ഇവിടുത്തെ കേസിൽ ചാർജസ് വാക്വത്തിലല്ല, ഒരു മീഡിയം ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഒരു εr വരും അല്ലേ? അപ്പം രണ്ട് പോയിന്റ് ചാർജസ് ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? F is equal to 9 × 10⁹ × Q1 Q2/R². ഇതിനകത്ത് ഈ വാല്യൂ കൊടുക്കാം. F is equal to 9 × 10⁹ /ε r വരെ 80 × Q1 എന്ന് പറയുന്നത് 2 × 10⁻⁻6 × 4 × 10⁻⁻6 divided by 3 × 10⁻². ഇനി കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഇവിടെ സ്ക്വയർ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. അടുത്ത നമ്മുടെ തേർഡ് പ്രോബ്ലം ആണ്. ഇവിടെ പറയുന്നത് രണ്ട് ഫിക്സഡ് പോയിന്റ് ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? +4e +e. രണ്ട് പോയിന്റ് ചാർജസ് +4e +e. ഇവ തമ്മിലുള്ള ഈ രണ്ട് പോയിന്റ് ചാർജസിന്റെ ഡിസ്റ്റൻസ് അവർ തന്നിരിക്കുന്നത് a എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ +4e എന്ന് പറയുന്ന ചാർജ്, ഇത് +e എന്ന് പറയുന്ന പോയിന്റ് ചാർജ്. ഓക്കെ, these two charges are separated by a distance a. ആണോ? ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് a ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാർജിനെ നമുക്ക് വേണമെങ്കിൽ Q1 എന്നും ഈ ചാർജ് Q2 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു തേർഡ് ചാർജ് വെക്കാൻ പോവാണ്. ഒരു തേർഡ് ചാർജ് അല്ലേ? ഒരു തേർഡ് ചാർജ് വെക്കുന്നു. തേർഡ് പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ് ചെയ്യുന്ന തേർഡ് പോയിന്റ് ചാർജ് എന്തിനായിരിക്കണം? ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഇക്വിലിബ്രിയം മീൻസ് ആ ചാർജ് റെസ്റ്റിലായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യുന്ന തേർഡ് പോയിന്റ് ചാർജ് ഏതാണെന്ന് തന്നിട്ടില്ല. ആ തേർഡ് പോയിന്റ് ചാർജിനെ നമുക്ക് Q നൽകാം. ഓക്കെ, Q1 Q2 ഇടയ്ക്ക് നമ്മളൊരു ചാർജ് പ്ലേസ് ചെയ്യുകയാണ്. തേർഡ് പോയിന്റ് ചാർജ് അത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമ്മൾ Q എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ തേർഡ് പോയിന്റ് ചാർജ് ഏതാണ്? Q. അപ്പൊ ഈ പ്ലേസ് ചെയ്യുന്ന ചാർജ് എന്തിലായിരിക്കണം? ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വായിച്ചോക്കെ. വേർ ഷുഡ് എ തേർഡ് പോയിന്റ് ചാർജ് ബി പ്ലേസ്ഡ് ഫോർ ഇറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം? നമ്മൾ പ്ലേസ് ചെയ്യുന്ന മൂന്നാമത്തെ ചാർജ് Q ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ആ ഡിസ്റ്റൻസ് നമുക്ക് x നൽകാം.
ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് നൽകാം. അപ്പൊ നമുക്കറിയാം ഈ മൊത്തം ഡിസ്റ്റൻസ് എ, ഇത്രയും എക്സ്, അപ്പൊ ഇത്ര എത്ര ആയിരിക്കും? എ മൈനസ് എക്സ് ആയിരിക്കും, ശരിയല്ലേ? ബാക്കി ഡിസ്റ്റൻസ് പറയുന്നത് എ മൈനസ് എക്സ് ആയിരിക്കും, ശരിയാണല്ലോ? ഓക്കെ, ഇനി ഓർക്കുക, ഈ തേർഡ് പോയിന്റ് ചാർജ്, ഈ പ്ലേസിൽ ഇരിക്കുന്ന തേർഡ് പോയിന്റ് ചാർജ് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഈ പ്ലസ് 4e ചാർജ് ക്യൂവിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സും Q2 അല്ലെങ്കിൽ പ്ലസ് ഇ ചാർജ് ക്യൂവിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. റെഡിയോ? അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് എന്തിനായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലേ? അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ ചാർജ് Q ബൈ പ്ലസ് 4e, അല്ലേ? പ്ലസ് 4e ചാർജ് ക്യൂവിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സും ഫോഴ്സ് ഓൺ ചാർജ് Q ബൈ പ്ലസ് ഇ ഈക്വൽ ആയിരിക്കണം, അല്ലേ? ഈ പ്ലസ് 4e ക്യൂവിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സും പ്ലസ് ഈ ക്യൂവിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണെങ്കിൽ, അല്ലേ? ഈക്വലും ഓപ്പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ക്യൂ എന്ന് പറയുന്ന തേർഡ് പോയിന്റ് ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ആദ്യമേ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. ക്യൂവും പ്ലസ് 4 തമ്മിലുള്ള ഫോഴ്സ് ഏതിലോ വെച്ചിട്ടാണ്? നമ്മുടെ കൂളംസിലോ വെച്ചിട്ട്, അല്ലേ? ഇറ്റ് ഈസ് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q1 എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് 4e ആണ്, 4e ഇൻറ്റു Q2 എന്ന് പറയുന്നത് Q ആണ് ഈ കേസിൽ, ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, അല്ലേ? ഇവിടെ ഈ ചാർജുകൾ നമ്മൾ ഡിസ്റ്റൻസ് എത്ര? എക്സ്. അപ്പൊ ആറിന് പകരം നമ്മൾ കഴിയും എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ? എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഓൺ ചാർജ് Q, ഫോഴ്സ് ഓൺ ചാർജ് Q ബൈ പ്ലസ് ഇ. ഈ പ്ലസ് ഇ ചാർജ് മൂലം ക്യൂവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ക്യൂവിൽ എക്സ്പീരിയൻസ് ഫോഴ്സ്, അതും ഇതേ സെയിം റൂൾ വെച്ച് തന്നെ, സെയിം ലോ വെച്ചിട്ട്, കുളംസ് വെച്ചിട്ട് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q1 എന്ന് പറയുന്നത് നമുക്ക് ഇത് എടുക്കാം, പ്ലസ് ഇ ഇൻറ്റു Q2 എന്ന് പറയുന്നത് Q ഡിവൈഡ് ബൈ ഈ രണ്ട് ചാർജുകൾ നമ്മൾ ഡിസ്റ്റൻസ് എത്ര? എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. ഈക്വൽ സൈൻ അപ്പുറം ഇപ്പുറം ഉള്ള ഒരേ ടേമുകൾ ക്യാൻസൽ ചെയ്യാം, വെട്ടിപ്പോയി, അല്ലേ? പിന്നെ ഇങ്ങനെ പോകും, ക്യൂവും ക്യാൻസൽ ചെയ്യാമല്ലോ, ഇയും ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പൊ ഇനി ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു 4ഉം എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. 4 ബൈ എക്സ് സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, 4ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2, എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സ്, 1ന്റെ റൂട്ട് 1 തന്നെ വരും. ഇവിടെ -6. ഇനി വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കാം, തിരിച്ചിടാം. ഓക്കെ, അപ്പം 2/x തിരിച്ചിടുമ്പോൾ x/2, അപ്പുറം തിരിച്ചിടണേ -6. ഈ 2 ഇവിടെ കൊണ്ടുപോകും, x is equal to 2 ഉണ്ടാകത്തെ ഇവിടെ വേണം. ഓക്കെ, നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പൊ എക്സ് വേണ്ടിട്ടല്ല ഒരു സൈഡ് കൊണ്ടുവരാം. -2x ഇപ്പൊ വരുമ്പോ +2x, എക്സും 2x ആഡ് ചെയ്യുമ്പോൾ 3x, അല്ലേ? അതിൽ നമുക്ക് x is equal to എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് x is equal to 3 അപ്പുറം പോട്ടെ, 2/3 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് പോയിന്റ് ചാർജ് Q ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ആ ചാർജ് +4e നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെ ആയിരിക്കണം? 2/3a ഡിസ്റ്റൻസ് അകലെ ആയിരിക്കണം. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഓക്കെ,
ഇവിടെ പറയുന്നത് 3 ചാർജസ് വരുന്നുണ്ട്. 3 പോസിറ്റീവ് ചാർജസ് കാണേ. 2 മൈക്രോകൂളം, 3 മൈക്രോകൂളം, 4 മൈക്രോകൂളം. ഈ 3 പോസിറ്റീവ് ചാർജസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണറിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എന്നുണ്ട് 0.2 മീറ്റർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ +4 മൈക്രോകൂളം ചാർജിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു ഫിഗർ വരയ്ക്കാം. നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന കോർണറിലാണ് നമ്മുടെ ഏത് ചാർജ് ഇരിക്കുന്നത്? +2 മൈക്രോകൂളം ചാർജ് കേട്ടോ. +2 മൈക്രോകൂളം ചാർജ്. ബി എന്ന് പറയുന്ന കോർണറിൽ ഇരിക്കുന്നത് +3 മൈക്രോകൂളം ചാർജ്. ഓക്കെ, കോർണർ സിയില് +4 മൈക്രോകൂളം. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ സൈഡ് വരുന്നുണ്ട് 0.2 മീറ്റർ ആണേ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും, അറിയാമായിരിക്കുമല്ലോ. 0.2 മീറ്റർ. ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യമേ ഈ +2 മൈക്രോകൂളം ചാർജ് മൂലം ഈ +4 മൈക്രോകൂളം ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടി. ഈ ഇവിടെ ഇരിക്കുന്ന ചാർജ് മൂലം +4 മൈക്രോകൂളത്തിന് എക്സ്പീരിയൻസ് ഫോഴ്സ്. അതിനുശേഷം +3 മൈക്രോകൂളം മൂലം +4 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കിട്ടി. എന്നിട്ട് ഈ രണ്ട് ഫോഴ്സുകളുടെയും എന്തെടുത്താൽ മതി? വെക്റ്റർ സം എടുത്താൽ മതി അല്ലേ? ഏത് പ്രിൻസിപ്പിൾ ആണത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ ഇത് ചാർജാണ് +4 മൈക്രോകൂളം ഡ്യൂ ടു +2 മൈക്രോകൂളം അല്ലേ? ഈ ഇരിക്കുന്ന +4 മൈക്രോകൂളത്തില് +2 മൈക്രോകൂളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് നമുക്ക് F ആണെന്ന് എടുക്കാം. ഫോർമുല 1/4πε0 ഇൻറ്റു Q1 Q2/R² ആണല്ലോ. അത് വാല്യൂസ് കൊടുക്കാം. 9 × 10⁹ ഇൻറ്റു Q1 എന്ന് പറയുന്നത് നമുക്ക് എഴുതെടുക്കാം 4 മൈക്രോകൂളം. 4 മൈക്രോ ആണ്, കൺവേർട്ട് ചെയ്യണേ. 6 ഉണ്ടോ? 4 മൈക്രോ എന്നുള്ളത് 4 × 10⁻6 ഇൻറ്റു Q2 എന്ന് പറയുന്നത് 2 × 10⁻6 ഡിവൈഡ് ബൈ R² അല്ലേ? ഡിവൈഡ് ബൈ R². R എത്രയാണ്? ആറിന്റെ വാല്യൂ ഇതാണ്. ഈ ഡിസ്റ്റൻസ് 4. എത്ര? അത് 0.2. അതിനെന്തുണ്ട്? സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.8 ന്യൂട്ടനായി. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് +2 മൈക്രോകൂളം ചാർജ് +4 മൈക്രോകൂളം ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് എത്രയാണ്? 1.8 ന്യൂട്ടൺ ആണ്. ഇനി ഈ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്യണം, ഈ ഫിഗറിൽ മാർക്ക് ചെയ്യണം. നിങ്ങൾ നോക്കേ, ഇത് രണ്ടും എന്ത് ചാർജാ? രണ്ടും പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? നമുക്കറിയാം ലൈറ്റ് ചാർജസ് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മൾ ഈ F1 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്യണം? ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? അപ്പൊ തമ്മിൽ അട്രാക്ഷൻ. അപ്പൊ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ വീഡിയോ മനസ്സിലായല്ലോ? ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഫോഴ്സ് ഓൺ ചാർജ്, ഫോഴ്സ് ഓൺ +4 മൈക്രോകൂളം ഡ്യൂ ടു ഏത് ചാർജാ? +3 മൈക്രോകൂളം. +3 മൈക്രോകൂളം. ആ ഫോഴ്സ് നമുക്ക് എടുക്കാം F2 എടുക്കാം. സെയിം ഫോർമുല 1/4πε0 ഇൻറ്റു Q1 Q2/R². ഓക്കെ ആണല്ലോ. വാല്യൂസ് എടുക്കാം. 9 × 10⁻9 ഇൻറ്റു Q1 എന്ന് പറയുന്നത് 4 മൈക്രോകൂളം ആണ്. 4 × 10⁻6. ഈ കേസിൽ Q2 എന്ന് പറയുന്നത് നമ്മുടെ 3 മൈക്രോകൂളം ആണ്. അപ്പൊ 3 × 10⁻6 ഹോൾ ഡിവൈഡ് ബൈ R². R എത്രയാണ്? 0.2 എന്നാണ് അല്ലേ? ഓക്കെ,
ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ F2 കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. F2 ഓക്കെ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.7 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ. പിന്നെ ഈ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കേ, ഇത് രണ്ടും എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ തന്നെയാണ് അല്ലേ? അപ്പൊ ഡയറക്ഷൻ കൊണ്ട് മാർക്ക് ചെയ്യും. ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമോ? ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ അത് അട്രാക്ഷൻ ആണ്. റെഡിയോ ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോൾ +4 മൈക്രോ കൂളത്തില് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും കണ്ടുപിടിച്ചു. അതിന്റെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെയും എന്തെടുത്താൽ മതി? റിസൾട്ട് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യാം? F1-ന്റെയും F2-ന്റെയും റിസൾട്ട് കണ്ടുപിടിക്കണം ആണല്ലോ. ഓക്കെ. നമുക്കറിയാം ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പം ഈ ആംഗിൾ എത്ര? 60. ഇത് 60, ഇത് 60 ആണല്ലോ. ശരിയല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് 60 അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്കറിയാം F1 F2 എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ അപ്പൊ എത്ര? 60 ഡിഗ്രിയാണ് ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും F1-ന്റെയും F2-ന്റെ റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച പാരലോഗ്രാം ലോ ഉണ്ടല്ലോ. ഏതാണ്? R is equal to √p² plus q² plus 2pq cos θ. ഈ ഫോർമുല ഉപയോഗിച്ച് വേണം നമ്മൾ F1-ന്റെയും F2-ന്റെയും റിസൾട്ട് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ നിങ്ങൾ ഫോർമുലയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് R എന്നുള്ളതിന് പകരം നമുക്ക് F ഉണ്ടാകും അല്ലേ? മീൻസ് നെറ്റ് ഫോഴ്സ് ഓൺ 4 മൈക്രോ കൂളം. F is equal to യുടെ സ്ഥാനത്ത് F1 കൊടുക്കാം. F1² plus Qന്റെ സ്ഥാനത്ത് F2² plus 2F1 F2 cos 60 cos θ. Okay, that's equal to √F1 ന് പകരം F1 വാല്യൂ 1.8 സ്ക്വയർ പ്ലസ് 2.7 സ്ക്വയർ പ്ലസ് 2 into cos θ എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് ഫോഴ്സുകൾക്ക് ഇടയ്ക്ക് വരുന്ന ആംഗിൾ ആണ്. 60 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ. ഓക്കെ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ 3.93. ഓക്കെ. ഇത് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മനസ്സിലായല്ലോ? ഇത് പഠിച്ചിട്ടുള്ളതാണല്ലോ.